ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മയാട്ട്. എൻ്റെ പേര് സ്മയ. അപ്പോൾ ഇന്ന് നമ്മുടെ ഗേൾസിനൊക്കെ ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഗേൾസിനൊക്കെ ഇൻട്രസ്റ്റിംഗ് മാത്രമല്ല, ഭയങ്കര യൂസ്ഫുള്ളും കൂടെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലിട്ട് കിടക്കാം. ഇങ്ങനെ ഇട്ടപ്പോൾ എന്തോ മാതിരിയില്ലേ. നഴ്സാണ് എൻ്റെ സഹായി. കമ്മലൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ വിചാരിച്ചു. ഒരു ഹാങ്ങിങ് ഇയറിംഗ് ആണ് ഇട്ടത്. നീലും അവിടെ ടി വി വെച്ചതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ടി വിയുടെ സൗണ്ടാണെങ്കിൽ കുറയ്ക്കാനും പറ്റത്തില്ല. സാരല്ല, ഓക്കെ. ഇന്ന് ഞാനൊരു സംഭവം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എന്താണെന്ന് വെച്ചാൽ എവറീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ പീരിയഡ് പാൻറ്റീസ് ആണ്. ഡിസ്പോസിബിൾ പീരിയഡ് പാൻറ്റീസ് ആണ് വരുന്നത്. അൾട്രാ അബ്സോർബൻ പീരിയഡ് പാൻറ്റീസ്. ഞാൻ ഇതിന് മുമ്പും കുറേ പീരിയഡ് പാൻറ്റീസ് പറഞ്ഞിട്ടുണ്ട്. എല്ലാതും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് ഇതിനും സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. ഇത് ഞാൻ രണ്ടാമത്തെ പാക്കറ്റ് വാങ്ങിയതായിരുന്നു. ഫസ്റ്റ് പാക്കറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലത്തെ ബാക്കി 2 വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിന് എന്തോ കൊടുത്തില്ല. ഫ്രണ്ടിനല്ല, എൻ്റെ കസിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു 2 ബാക്കി വന്നത്. അപ്പം അതുകൊണ്ടാണ് ആ പഴയ പാക്കറ്റ് കാണിക്കാൻ പറ്റാതിരുന്നത്. ഫോണിൽ വന്ന മെസ്സേജ്. ബാക്കി പാക്കറ്റ് കാണിക്കാൻ പറ്റാതിരുന്നത്. അതാണ് സെക്കൻഡ് പാക്കറ്റ് കാണിക്കുന്നത് കേട്ടോ. ഞാൻ ജെന്യൂനായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പാൻറ്റീസിനൊക്കെ പോലെ തന്നെ ഭയങ്കര എന്താ പറയുക, കാണിച്ചു തരാം. ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് ലാർജ് ടു XL ആണ് കേട്ടോ എടുത്തിട്ടിരിക്കുന്ന സൈസ്. നോർമലി ഞാൻ മുമ്പ് വാങ്ങിയിട്ടുള്ള പാക്കറ്റിലാണെങ്കിലും 5 എണ്ണമാണ് ഉണ്ടാവാറ്. ഇതിൽ 10 എണ്ണം വരുന്നത്. 10 എണ്ണം ഗൈസ്, 10 പാക്കറ്റാണ് വരുന്നത് ഇവിടെ. കണ്ടോ, 10 എണ്ണം വരുന്നുണ്ട്. എനിക്കത് കുറച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ തോന്നി. 200 സംതിങ് വാല്യൂം വരുന്നുള്ളൂ. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, 200 സംതിങ്ങിന് 10 പീരിയഡ് പാൻറ്റീസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് വരിക. ഒരു പാക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇതെന്ന് വെച്ചാൽ 360 ഡിഗ്രി വരെ ലൈക്ക് ഫുൾ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അങ്ങനത്തെ ടെക്നോളജി ഇതിലുണ്ട്. അതുകൊണ്ട് 360 ഡിഗ്രി ഫുൾ ഓൺ പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. ഇതിൽ സൂപ്പർ അബ്സോർബൻ്റ് ആയിട്ടുള്ള മൈക്രോ ബീഡ്സ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വേഗം നമ്മളെ പീരിയഡ്സ് ഒക്കെ വേഗം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഹെവി ഫ്ലോ, ഭയങ്കര ഓവർഫ്ലോ ഒക്കെ ഉള്ള ഒരു ഇഷ്ടം പോലെ ഉണ്ട്. ഞാനും പണ്ട് അതുപോലെ തന്നെയായിരുന്നു. ഇപ്പം ഞാൻ അടിപൊളിയായി. പണ്ട് ഞാൻ ഭയങ്കര കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് ഈ സമയത്ത് ഇതിനെക്കുറിച്ചുള്ള ബോധം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ പാൻറ്റീസിനെ കുറിച്ചുള്ള ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര അടിപൊളിയാക്കിയായിരുന്നു ഗൈസ്. എത്ര സമാധാനത്തോടുള്ള ഉറക്കങ്ങളൊക്കെ കിട്ടിയായിരുന്നു. ഇത് കാരണം എനിക്ക് ഒരുപാട് ഉറക്കങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഭയങ്കര ഓവർഫ്ലോ ഹെവി ഫ്ലോ ഒക്കെ ഉള്ളവർക്ക് കേട്ടോ. 360 ഡിഗ്രി പ്രൊട്ടക്ഷനും ഒരു മൈക്രോ എന്താ പറയുക ബീഡ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് വേഗം 4 ഇൻറ്റു, അതായത് 4 ഇരട്ടിയായിട്ട് അത്രയും സ്പീഡിൽ ഇതിൽ ബ്ലഡും കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കും. അത് ഞാൻ നോർമൽ ഒരു പീരിയഡ് പാൻറ്റീസ് അല്ലാതെ നോർമൽ ഒരു പാഡും അതുപോലെ ഇതും വെച്ചിട്ട് ഞാൻ ലൈക്ക് ബ്ലഡ് പോലെ എന്തെങ്കിലുമൊക്കെ കലക്കിയിട്ട്, വേറെ റെഡ് കളർ ഇപ്പോൾ കറൻ്റ് എന്തെങ്കിലും ഇല്ല, ഏതെങ്കിലും വേറെ ഉണ്ടെങ്കിൽ അതുകൂടെ മിക്സ് ചെയ്ത് ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പാൻറ്റീസൊക്കെ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക, അതുപോലെ തന്നെ പാൻറ്റി ലൈക്ക് ഫിറ്റാണ് വരുന്നത്. സുഖമായിട്ട് തന്നെ നമുക്ക് പാൻറ്റീസ് എങ്ങനെയാണ് ഇടുക അതുപോലെ സുഖമായിട്ട് ഇടാൻ വേണ്ടി പറ്റുന്നതാണ്. ഭയങ്കര കംഫർട്ടബിളും കൂടെയാണ്. ഇതെന്ന് വെച്ചാൽ കമ്പൈൻസ് പാൻറ്റി ആൻഡ് സാനിറ്ററി നാപ്കിൻ ഇൻ 1 ആണ്. അതായത് ഒരു പാൻറ്റിയും ഇതിലുണ്ട്, അതുപോലെ തന്നെ പാൻറ്റി പോലെയാണിത്. അതുപോലെ തന്നെ ഒരു സാനിറ്ററി പാഡും ഉണ്ട്. അതായത് എല്ലാവരും കൂടെ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ ഈ കവർ കളയാറില്ല. യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇതിൽ തന്നെ ഡിസ്പോസ് ചെയ്യാറുണ്ട്. കണ്ടോ, നല്ല ഡിസൈനൊക്കെ ഉണ്ട് ഇതിൽ. ഞാൻ മുമ്പ് വാങ്ങിയാലും ഈ ഡിസൈനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ കുഞ്ഞു പിള്ളേരുടെ ഡൈപ്പറില്ലേ, സെയിം അതുപോലെയാണ്. പക്ഷെ ഡൈപ്പറിനെക്കാട്ടിയും ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾക്ക് സഹായിക്കും. ഭയങ്കര ഇലാസ്റ്റിക്കാണ്, ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടും. എത്ര വലിച്ചാലും അത് കീറാൻ അത്ര എളുപ്പമില്ല. അത് ഫ്രണ്ടും അതുപോലെ തന്നെ ബാക്കും അതുപോലെ തന്നെ.
ഭയങ്കര ഇവിടെ ഓവർ കട്ടിയോ ഒന്നുമില്ല കേട്ടോ. ഇവിടെ ഭയങ്കര തിന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് വെച്ചു എന്ന് നമുക്ക് അറിയും, പക്ഷെ എന്നാലും ഭയങ്കര ഡിസ്കംഫേർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ ഇത് ഫെദറി ആൻഡ് കോട്ടൺ സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത്. ബ്രീത്തബിൾ ആയിട്ടുള്ളൊരു എന്താ പറയുക മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് എയർ പാസിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല, അങ്ങനത്തെ പാഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ഫ്രണ്ട്ലിയും കൂടിയാണ്, ഡിസ്പോസ് ചെയ്യാനും നമുക്ക് അത്യാവശ്യം എളുപ്പം കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റിന്റെ ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ താഴെ കൊടുക്കാം. വിശക്കോ ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ താഴെ നോക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ആമസോണിൽ നോക്കട്ടെ. ഇതിന് 290 ഉള്ളിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 270 അകത്താണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ലാഭമായിട്ട് തോന്നി. നിങ്ങൾക്ക് എന്തായാലും ആർക്കെങ്കിലും ഒക്കെ ഒരു 100 പേര് കാണുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾക്കെങ്കിലും അറ്റ്ലീസ്റ്റ് യൂസ്ഫുൾ ആവണം. അതുകൊണ്ടാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത്. അത് ഈ വീഡിയോ മാത്രമായിട്ട്, എന്തായാലും എനിക്കറിയാം ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊരു വീഡിയോ മാത്രമായിട്ട് ഇട്ട് അത് അധികം വർക്കാവില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഇട്ടതാണ് ഗൈസ്. ഞാൻ രണ്ടാമത്തെ പാക്കറ്റ് ആയതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇതിട്ടത്. അല്ലാതെ ഫസ്റ്റ് പാക്കറ്റാണ് യൂസ് ചെയ്ത് വലിയ ഐഡിയ ഒന്നും കിട്ടാണ്ട് പറയില്ലല്ലോ. അതിനെക്കുറിച്ച് ഒരു ധാരണ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒറ്റ സിംഗിൾ വീഡിയോ ആയിട്ടാണെങ്കിലും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തത് കേട്ടോ. ഇനി നമുക്കിതിൽ ബ്ലഡൊക്കെ ഒഴിച്ചിട്ട്, വെള്ളം ഒഴിച്ചിട്ട്, ബ്ലഡ് ഒഴിക്കുമ്പോൾ പറയുമ്പോൾ എന്തോ മാതിരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് സെറ്റാക്കി കാണിച്ചു തരാം. അതുപോലെ തന്നെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരുണ്ടാവില്ലേ, അവർക്കൊക്കെ ഭയങ്കര ഉപയോഗമുള്ള സംഭവമാണ് കേട്ടോ. 10 പാൻറ്റീസും ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഈസി ആയിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതുകൊണ്ട് ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ നമുക്ക് ടീനേജേഴ്സിനാണെങ്കിലും അത്യാവശ്യത്തിൽ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. സ്കൂളിലൊക്കെ പോകുമ്പോൾ എനിക്ക് മുമ്പ് ഇതുപോലെ ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട് 2 പ്രാവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ ആ ഒരു പേടിയൊന്നും വേണ്ട, ലീക്കാവും അങ്ങനെയൊന്നും പ്രശ്നമൊന്നും വേണ്ട. അടുത്തും സ്കൂളിലൊക്കെ പോകുമ്പോൾ അറിയാമല്ലോ ഭയങ്കര പ്രശ്നം, നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇത് എക്സ്ട്രീംലി കംഫർട്ടബിൾ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലീക്കേജിൻ്റെ ടെൻഷൻ വേണ്ട. അങ്ങനത്തെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും നമ്മൾ വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ. ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു പീരിയഡ് പാൻറ്റീസിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. സത്യത്തിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ അകത്തും അതുപോലെ ഈ ഒരു നോർമൽ സാനിറ്ററി പാഡിനകത്തും ലൈക്ക് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ലിക്വിഡൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പക്കാ റെഡ് അല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ ആദ്യം ഒഴിക്കുന്നത് നോർമൽ സാനിറ്ററി പാഡിലോട്ടാണ്. അതിലൊഴിക്കുമ്പോൾ ചെറുതായിട്ട് ആ വിങ്സിലോട്ടൊന്ന് പോയി, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് നടുവ് നിന്നുള്ളതാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നല്ലോണം 2 രീതിക്ക് ഒഴിക്കുന്നുണ്ട്. ആകെ കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഗ്ലാസിൻ്റെ പകുതി പോലും ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ, വളരെ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ വെച്ചിട്ട് ജസ്റ്റ് ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ തൊടുമ്പോഴേക്കും ഫുള്ളായിട്ട് ആ ടിഷ്യൂലോട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫുൾ വെള്ളം ഞാൻ ആ ഒരു സാനിറ്ററി പാഡിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിക്കുമ്പോഴുള്ള കളർ ഇങ്ങനെയാണ് കേട്ടോ, ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി അത് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒഴിച്ച് അപ്പം തന്നെ ശരിക്കും വീഡിയോയുടെ മുമ്പിൽ വെക്കാനാണ് ഞാൻ പകുതിയെന്നാണ് പെട്ടെന്ന് ശ്രദ്ധിച്ചത്, ഇങ്ങനെ അബ്സോർബ് ആവാൻ വെക്കാമല്ലോ എന്ന്. അപ്പം ഇതേ നമ്മൾ എന്താ പറയുക അബ്സോർബ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ടിഷ്യൂ ഇട്ടിട്ട് കുറേ നേരം നമുക്ക് ഇനി ഒന്ന് അമർത്തി വെക്കാം. ഞാൻ അമർത്തിയത് പോരാ, എന്നിട്ട് കുറേ ഇങ്ങനെ അടിച്ചു നോക്കിയതിൻ്റെ മേലെ കുറേ ഇങ്ങനെ ആക്കി നോക്കിയാലും അത് വരില്ല, എനിക്ക് അത്ര ഉറപ്പായിരുന്നു. ബാക്ക് നോക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ ബാക്ക് നോക്കും നല്ലോണം ഇങ്ങനെ കുതിർന്നുണ്ടായിരുന്നു. ഇതങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ മൈക്രോ ബീഡ്സ് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിലോട്ടാണ് ആ ഫുൾ ബ്ലഡ് വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഗൈസ് പരീക്ഷണമൊക്കെ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു ഗൈസ്, എത്ര അമർത്തിയാലും ആ സാധനം പുറത്തേക്ക് വരില്ല എന്ന്. അതുപോലെ തന്നെ ഉണ്ടാവും ചെയ്തു, അടിപൊളിയായിരുന്നു സംഭവം. നമ്മുടെ നോർമൽ പീരിയഡ് പാഡിയുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഇപ്പോഴും നമ്മൾ ഞെക്കിയ ബ്ലഡ് കണ്ടോ, ഈശ്വര കണ്ടോ, എത്ര നേരമായെന്ന് അറിയാം അത് വെച്ചിട്ട്. ആ വീഡിയോ എടുക്കുന്ന നേരം മൊത്തം ഇത് വെച്ചേക്കാന്ന്, സ്റ്റിൽ അബ്സോർബ് ആയിട്ടില്ലത്. ആൻഡ് ബാക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക് മൊത്തം കുതിർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിദാരുണമായ അവസ്ഥയിലാണ് ഇപ്പോൾ കണ്ടോ, ഭയങ്കരമായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇങ്ങനെ ഓവറായിട്ട് കുതിരുമ്പോഴാണ് ആ വിങ്സിലോട്ടൊക്കെ പോയിട്ട് ലീക്കേജ് ഉണ്ടാവുന്നത്. ഉള്ളിൽ ഫുൾ ഇങ്ങനെ ഒക്കെ കീറി മറിഞ്ഞിരിക്കുകയാണ്. ഇനി തൊട്ടപ്പ കീറും കേട്ടോ, ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത് കണ്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു പീരീഡ് നമുക്കൊരിക്കലും പാൻറ്റീസിന് വെച്ചിട്ട് ജസ്റ്റ് പീരിയഡ് ലൈക്ക് നാപ്കിൻസിന് വെച്ചിട്ട് ഡയറക്റ്റ് ഇങ്ങനെ ഭയങ്കര ഡയറക്റ്റായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ചെറിയൊരു ഇതെങ്കിലും വേണ്ട, ഇത് അതും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. അത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാൻ അത് അബ്സോർബ് ചെയ്യുന്നത് വരെ ക്ലിയർ ആയിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചത്. എന്തായാലും പ്രൊഡക്റ്റ് ലിങ്ക് ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. സോ അടുത്തൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ.